നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളാരും അധികം കണ്ടിട്ടില്ലാത്ത ഒരു വാഹനമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. പുതിയ വാഹനമല്ല, പഴയതാണ്. 2003 മോഡലാണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും ചെറിയ കാർ എന്നുള്ള പേര് കുറേ കാലം കൊണ്ടുനടന്നൊരു വാഹനമാണിത്. ഇതിൻ്റെ പേര് സ്മാർട്ട് എന്നാണ്. സ്മാർട്ട് എന്ന് പറയുമ്പോൾ ഒരു പുതിയ കമ്പനിയല്ല, അത് ശരിക്കും മെർസിഡീസ് ബെൻസിൻ്റെ സബ്സിഡറി കമ്പനിയാണ് സ്മാർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ പക്ഷേ സ്മാർട്ട് സജീവമല്ല. ഈ ഒരു വാഹനത്തിൻ്റെ പല മാറ്റങ്ങൾ കഴിഞ്ഞ് 2024 സ്മാർട്ട് എന്ന് പറയുന്ന കമ്പനി നമുക്കിപ്പോൾ കാണാനില്ലാത്തൊരു കമ്പനിയായിട്ട് മാറിയിട്ടുണ്ട്. തന്നെയല്ല, ഈ വാഹനത്തിൻ്റെ അവസാന ഭാഗമൊക്കെ എത്തിയപ്പോഴേക്കും അതൊരു ചൈനീസ് കമ്പനി ടേക്ക് ഓവർ ചെയ്താൽ അങ്ങനെ അങ്ങ് പോവുകയും ചെയ്തു. അപ്പം ഈ വാഹനത്തിൻ്റെ ഉടമയാണ് നമ്മുടെ കൂടെയുള്ള ബെറ്റീന. നമസ്കാരം ബെറ്റീന. ബെറ്റീന ചെന്നൈയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് നിങ്ങളാരും കണ്ടിട്ടില്ലെങ്കിലും കുറേ കാലം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് ഈ കേരളത്തിൽ അല്ലെങ്കിൽ കൊച്ചിയിലുണ്ട്. ഇത് നമ്മുടെ ജോയ് ആലിക്കാസിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഈ വാഹനം. 2005 ഞാൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഈ വാഹനവുമായിട്ടാണ് അന്ന് മാഗസിനിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത്. പക്ഷേ അതിനുശേഷം ആ വാഹനവും തൃശ്ശൂരേക്ക് പോയി. അതുകൊണ്ട് തന്നെ കൊച്ചിക്കാരും പിന്നെ ഈ വാഹനം കണ്ടിട്ടുണ്ടാവില്ല. ഇത് വാങ്ങിച്ചത് പൂനെയിൽ നിന്നാണ്. അപ്പോൾ അത്തരം ചില വിശേഷങ്ങൾ ചോദിച്ച് നമുക്ക് ഈ വാഹനം പിന്നെ ഒന്ന് അടുത്ത് കാണാം. ഞാനിപ്പോൾ ഈ നമ്മുടെ കോമറ്റിൻ്റെ സൈഡിൽ ഇട്ടിരിക്കുന്നതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാക്കാനാണ്. കാരണം ഇപ്പോൾ നമുക്ക് ലഭ്യമായ ഏറ്റവും ചെറിയൊരു വാഹനമാണല്ലോ കോമറ്റ്. കോമറ്റിൻ്റെ കാര്യത്തിൽ അത് 3 മീറ്ററിന് തൊട്ടടുത്തുണ്ട്. 2976 മില്ലിമീറ്റർ ആണെങ്കിൽ ഇത് 2.5 ഉള്ളൂ. ആ ഒരു ഡിഫറൻസ് ഒന്ന് കാണിക്കാനാണ് അദ്ദേഹത്തെ സൈഡിൽ ഇട്ടിരിക്കുന്നത്. എന്തായാലും വളരെ രസമുള്ളൊരു മോഡലാണ്. 2 സീറ്ററാണ്, 2 ഡോറേ ഉള്ളൂ. പല പ്രത്യേകതകളുണ്ട്. അതായത് സാധാരണ നമ്മൾ കാണുന്ന വാഹനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അന്ധകാലത്ത് തന്നെ പല മാറ്റങ്ങളും പല രസകരമായ ഫീച്ചേഴ്സും ഒക്കെ ഉള്ളൊരു വാഹനമാണ്. അപ്പോൾ അതിനെപ്പറ്റി അടുത്ത് കാണുന്ന നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാം. എത്ര കാലമായി നമ്മൾ എടുത്തിട്ട്? I think ഒരു 3 years. ആരുടെ ആയിരുന്നു ഇത് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹമാക്കായിരുന്നു? അപ്പയുടെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. early 2000s മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ അത് ഇന്ത്യയിൽ ഐ തിങ്ക് വെരി ഫ്യൂ ഉണ്ടായിരുന്നുള്ളൂ. അതുമല്ല ഈ കാർ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ആൾക്കാരുടെ കളക്ടേഴ്സിന്റെ കയ്യിലായിരുന്നു. അവര് കൊടുക്കത്തുമില്ല. അപ്പൊ നമ്മളൊരു കുറച്ച് നാളായിട്ട് നോക്കി നടക്കുമായിരുന്നു. പിന്നെ അത് തന്നെ കിട്ടിയപ്പോ അപ്പൊ തന്നെ എടുത്തു. ഒരു 3 years ആയി എടുത്തിട്ട്. ഇത് വലിയ കളക്ഷൻ ഉള്ള ഒരാളുടെ ആയിരുന്നു. ഒരു സഞ്ജയ് എന്ന് പറഞ്ഞിട്ടൊരു വലിയ കളക്ഷൻ ഉള്ള സഞ്ജയ് എല്ലാവർക്കും അറിയാം. വണ്ടി ഭ്രാന്തന്മാർക്ക് എല്ലാം 2-3 റോൾസ് റോയ്സ് ഒക്കെ ഒരുമിച്ച് വാങ്ങിക്കുന്ന ആൾ അല്ലേ? സോ അത് കഴിഞ്ഞാൽ ഞങ്ങളത് ബോംബെ ടു പൂനെ എൻ്റെ ബ്രദർ ഓടിച്ചു. എന്നാൽ കുറച്ചാളും അവിടെ യൂസ് ചെയ്തു. എന്നിട്ട് പിന്നെ ഞാനും അപ്പയും കൂടെയും അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിച്ചോണ്ടു. പൂനെ ഓടിച്ചു വന്നു. ഇത്രയും ചെറിയൊരു കാർ ഇപ്പം കോമറ്റിന്റെ കാര്യത്തിൽ എനിക്കറിയാം, നമുക്ക് അങ്ങനെ ഹൈവേയിലൊന്നും ഒരു വലിയ സ്റ്റെബിലിറ്റി ഇല്ല. പക്ഷേ ഇതിനങ്ങനെ പ്രശ്നം. അതങ്ങനെ കുറെ പേര് ഞങ്ങൾ ഓടിക്കുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നു അത് സേഫ് ആയിരിക്കും. വെരി ഫൺ ടു ഡ്രൈവ്. ഭയങ്കര ഫണ്ണായിരുന്നു. നമുക്കിങ്ങനെ സൈഡിൽ കൂടെ ഓട്ടിക്കൊക്കെ പോകാനായിട്ട് ഭയങ്കര ഫൺ കാറായിരുന്നു ഓടിച്ചത്. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നും തോന്നത്തില്ല. സിറ്റിയിൽ ഭയങ്കര കൺവീനിയന്റ് ആണല്ലോ പാർക്കിങ്ങും ഓടിച്ചടക്കാൻ. ചോദിക്കും. അപ്പൊ ആദ്യം നോക്കും സ്മാർട്ട് അതെന്താന്നൊക്കെ ചോദിക്കും. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും മെർസിഡീസും സ്വാച്ചിന്റെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു കഥ കൂടെയുണ്ട്. സ്വാച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും, സ്വിറ്റ്സർലൻഡിലെ വളരെ ഫേമസ് ഒരു വാച്ച് കമ്പനിയാണ്. അവരാണ് ശരിക്കും ഇങ്ങനെ ഒരു ഐഡിയ ബെൻസിന് അന്ന് കൊടുത്തത്, ഇങ്ങനെ ഒരു കാർ. എന്നിട്ട് അതിൻ്റെ ഒരു ചെറിയ ഡ്രോയിങ് ഒക്കെ അവർ തമ്മിൽ ഒരുമിച്ചിരുന്ന് ചെയ്തു. പക്ഷേ അതിനുശേഷം സ്വാച്ച് പതുക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സ്വാച്ച് പിന്മാറി. അപ്പോൾ ആദ്യകാലത്ത് വന്ന സ്മാർട്ടിലെല്ലാം സ്വാച്ച് സ്മാർട്ട് എന്നൊക്കെ എഴുതി കാണാമായിരുന്നു. പക്ഷെ പിന്നീട് ആ ഒരു സംഭവം വിട്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളും നോക്കുമ്പോൾ ഒരു വാച്ചുമായിട്ട് ബന്ധമുള്ള രീതി അല്ലേ? ഒരു റൗണ്ടഡ് രസമാണ്. എന്താ ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താ? ഫസ്റ്റ്ലി കൺവീനിയൻസ് ആയിരിക്കും. ഇറ്റ്സ് വെരി ഈസി ടു ഡ്രൈവ് അറൗണ്ട് ദ സിറ്റി, പാർക്കിംഗ് ഒക്കെ. പിന്നെ ഇതിന്റെ അകത്തുള്ള ഡയൽസ് ഒക്കെ ഭയങ്കര ക്യൂട്ടാണ്. വെരി ഡിഫറെന്റ് ഫ്രം മറ്റേ കാർസില്. പിന്നെ അതിന്റെ AMT ഗിയർ ഇറ്റ്സ് ഫൺ. ആസ് എൻ ഓട്ടോമാറ്റിക്കും മാനുവലും ഓടിക്കാനുള്ളതാണ്. ഇറ്റ്സ് വെരി ഫൺ ടു ഡ്രൈവ്. ഈ AMT എന്നൊക്കെ നമ്മൾ ഇന്ത്യക്കാർ കേൾക്കുന്നത് എനിക്ക് തോന്നുന്നത് സെലേറിയോ വന്നപ്പോഴാണ്, മാരുതി സെലേറിയോ. ഇത് 2003 AMT ആണ്. 6 സ്പീഡ് AMT ആണ്. ഇതിന്റെ എഞ്ചിൻ എന്ന് പറയുന്നത് 700cc ആണ്. പക്ഷെ ആദ്യം വന്ന സ്മാർട്ടിൽ 600cc ആയിരുന്നു. ഇത് അതിനുശേഷം ഒരു ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ അവർ 700cc ആക്കി. അത് 60 bhp എഞ്ചിനാണിത്. ആ ഒരു എഞ്ചിൻ പവർ മതിയോ 60 bhp ഓടിക്കുമ്പോൾ? ഡീസന്റ്. ഐ മീൻ നമുക്കൊരു 100-ലൊക്കെ ഹൈവേയിലൊക്കെ എടുക്കുമ്പോൾ ബ്രേക്കിംഗ് എഫിഷ്യന്റ് ആണല്ലേ? അപ്പോൾ ഇത് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് ആരും കണ്ടിട്ടും കേട്ടിട്ടും പോലും ഇല്ലാത്തൊരു വണ്ടിയാണ്. ഇതിന്റെ പാർട്സ് ഒക്കെ എങ്ങനെയാണ്? എന്തെങ്കിലും സർവീസിനൊക്കെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ യൂഷ്വലി ഞങ്ങളൊരു കസിൻ ഉണ്ട് ജർമ്മനിയിൽ. അപ്പൊ അവിടെ നിന്ന് മേടിച്ചിട്ട് ഷിപ്പ് ചെയ്യും. ഇവിടെ വരുമ്പം ഐ തിങ്ക് മാഗ്നം, എംസ്റ്റാർ മോട്ടോഴ്സ് അവിടെയൊക്കെ സ്റ്റാങ്കിലൊക്കെ ചെയ്യും. എന്തെങ്കിലും വരാറുണ്ടോ? ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല, കുഴപ്പമൊന്നുമില്ല. ഐ തിങ്ക് ഇറ്റ്സ് അപ്പോൾ നേരത്തെ നമ്മുടെ ഈ കുടുംബം നേരത്തെ നമ്മുടെ വീഡിയോ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അന്ന് സുസുക്കി എസ്ക്യൂഡോ എന്ന് പറയുന്ന ചെറിയ SUV ആയിട്ട് ബെൻ എന്ന് പറയുന്ന ബെറ്റിനയുടെ ബ്രദറാണ് പ്രത്യക്ഷപ്പെട്ടത്. വീണ്ടും അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ അന്യം നിന്ന് പോയ വണ്ടികളാണ് ധാരാളമായിട്ട് അല്ലേ? ഇപ്പം ഏതൊക്കെയുണ്ട് കളക്ഷൻ? അങ്ങനെ കുറച്ച് അപ്പയ്ക്ക് ഇതിന് അപ്പയും ബ്രദറിന് ക്രേസ് ഉള്ളതാണ് ഇങ്ങനെ ഓരോ എക്സോട്ടിക് കാർസ് ആണ്
കളക്ട് ചെയ്യും. അതിന് ബെൻസ് ഉണ്ട്. സോ ഞാൻ അമ്മയുടെ കാറും മാറി ഓടിക്കും. ഒരു ക്ലാസ് ഉണ്ട്. പിന്നെ ഇതും പിന്നെ പ്രാഡോ എസ്ക്യൂഡോ അങ്ങനെ ഓരോ സാധനങ്ങളാണല്ലോ. അധികം നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത വണ്ടികളൊക്കെ ധാരാളം ഉള്ളൊരു വീടാണ്. അപ്പോൾ അവിടെ നിന്ന് 1-2 സാധനം നമുക്ക് കിട്ടാനുണ്ട്. ഇതിന് ശേഷം നമുക്ക് പതുക്കെ അത് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇനി വണ്ടി ഒന്ന് അടുത്ത് കാണാം. ശ്യാമ, നമുക്ക് ഇവിടെ നിന്ന് മാറ്റിയിട്ടല്ലോ അല്ലേ? നമുക്ക് ആ നടക്കേക്ക് ഇടാം അല്ലേ? അപ്പോൾ നമുക്ക് ഈ വാഹനം ഒന്ന് അടുത്ത് കാണുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഡയമെൻഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 2.5 മീറ്റർ നീളം, അതുപോലെ 1500 1.5 മീറ്റർ ഹൈറ്റ്, പിന്നെ ഒരു 730 കിലോഗ്രാം ഭാരം. ഇതാണ് പ്രധാനമായിട്ടും പറയാവുന്നത്. വളരെ ക്യൂട്ടായുള്ള രൂപമാണ്. പെൺകുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. കാരണം അല്ലേ, നിങ്ങളുടെ ടേസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു രൂപമാണ്. ലൈറ്റൊക്കെ ഉണ്ട്. ലൈറ്റൊക്കെ നല്ല പവർഫുൾ ആണ്. ഇവിടെ ഒരു എയർ ഡാം പോലെ ഉണ്ട്. പക്ഷേ എയർ ഡാം അല്ല, കാരണം എഞ്ചിൻ്റെ പിൻഭാഗത്താണ്. ഒരു റിയർ വീൽ ഡ്രൈവ് വാഹനമാണിത്. പക്ഷേ മുൻഭാഗത്ത് ആകെ ഇത് നമുക്ക് തുറന്നിട്ട് ഈ ഒരു വൈപ്പറിൻ്റെ ഫില്ല് ചെയ്യാം. അല്ല, ഇവിടെ ഇത് ഫുള്ളി ക്ലോസ്ഡാണ് അല്ലേ? ക്ലോസ്ഡാണ്. ഇതിപ്പോൾ എക്സ്ട്രാ വെച്ചതായിരിക്കും LED ലൈറ്റ് അല്ലേ? അത് പണ്ട് കാലത്ത് തന്നെ LED കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വന്ന വണ്ടി, അതുകൊണ്ട് സംശയമില്ല കാര്യത്തിൽ. ഇപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഇത് ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചപ്പോൾ മനസ്സിലായത് ഈ 2015 തന്നെ 1.7 മില്യൺ സ്മാർട്ട് വാഹനങ്ങൾ ലോകത്തിലെ 46 രാജ്യങ്ങളിൽ വിറ്റിട്ടുണ്ട്. അതിനുശേഷം സംഭവിച്ചത് 2-3 ജനറേഷൻ കൂടി വന്നു. അതിനുശേഷം ഒരു ഇതിപ്പോൾ 4.2, അതായത് 2 പേർക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ, 4 പേർക്ക് സഞ്ചരിക്കാവുന്ന വേർഷൻ വന്നു. പിന്നെ അവസാനമായപ്പോൾ ഇലക്ട്രിക്കായി. ആ സമയമായപ്പോഴത്തേക്കും ഇതൊരു ചൈനീസ് കമ്പനി ഏറ്റെടുത്ത് അങ്ങനെ അങ്ങ് പോയി. അതോടുകൂടിയാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം നഷ്ടപ്പെട്ട് പിന്നീട് ആരും അങ്ങനെ എടുക്കാത്തൊരു സ്ഥിതിയിലേക്ക് വന്നത്. മറ്റൊരു കാര്യം വെച്ചാൽ രസകരമായൊരു കാര്യം, ഏത് വാഹനം ഹിറ്റായാലും ചൈനീസ് കമ്പനികൾ അതിൻ്റെ കോപ്പി ഇറക്കുമല്ലോ. അപ്പോൾ മാർട്ടിൻ എന്ന് പറയുന്ന ഒരു ചൈനീസ് കമ്പനി ബബിൾ എന്നുള്ള പേരിൽ ഇതേ രൂപത്തിൽ തന്നെ വാഹനം കൊണ്ടുവന്നു. പക്ഷേ ബെൻസ് കൊണ്ട് കേസ് കൊടുത്തു ഇറ്റാലിയൻ കോടതിയിൽ. പക്ഷേ ഇറ്റാലിയൻ കോടതി ഇത് പ്രൊഡ്യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞെങ്കിലും പിന്നെ ചൈനക്കാർക്ക് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ പിന്നെയും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ബെൻസ് ചെയ്തത് ആ സമയത്ത് ഇവർ ഈ ഒരു സ്മാർട്ടിൻ്റെ കൂടെ തന്നെ ബൊലോണ ഓട്ടോ ഷോയിൽ ആ വാഹനവും ബബിളും എക്സിബിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അത് കോടതി തടഞ്ഞു. അതും ഒരു മൈൻഡ് ചെയ്തില്ല. ഇവർ കൊണ്ട് അവിടെ എക്സിബിറ്റ് ചെയ്തു. ചൈനക്കാർക്കൊന്നും ഒരു വിഷയമില്ലാത്തതുകൊണ്ട് അവരതും ചെയ്തു. അങ്ങനെ കൃത്യമായിട്ടും ഇതിൻ്റെ ഒരു കോപ്പി ചൈനയിലും ഉണ്ട്. അത് 2-3 പേരുകളിൽ 2-3 കമ്പനികൾ ഇപ്പോൾ വിൽക്കുന്നുമുണ്ട്. ഇതിൻ്റെ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ രൂപം തന്നെയാണ്. രൂപവും പിന്നെ ഇന്റീരിയർ സ്പേസ് നല്ലപോലെ ഉണ്ട് അല്ലേ? ഈ ഹൈറ്റിനൊന്നും കുഴപ്പമില്ല, ഒട്ടും കുഴപ്പമില്ല. സ്പേസും ഹെഡ് റൂം ഒക്കെ ഉണ്ട്. പിന്നെ ഈ വൈപ്പർ ഇങ്ങനെ 2 സൈഡിലേക്കാണ് അല്ലേ? മൊത്തത്തിൽ രസമാണ്. എല്ലാ കാര്യങ്ങളും വളരെ രസകരമായ കാര്യമാണ്. സ്മാർട്ട് എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കാണാം. ബെൻസ് എന്ന് പറയുന്ന ബാഡ്ജിങ് ആണ് മേൽഭാഗത്ത് കാണുന്നത്. പലർക്കും അറിഞ്ഞുകൂടാ ഈ സ്മാർട്ട് ബെൻസിൻ്റെ ആണെന്നുള്ള കാര്യം. ബെൻസ് എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ആദ്യകാലത്ത് ഇന്ത്യയിൽ വന്നതുകൊണ്ട് EVകളുടെയൊക്കെ ഒരു ചെറിയ രൂപം ഇതിനുണ്ട്. അല്ല, തിരിച്ചാണ് പറയേണ്ടത്. ഇതിൻ്റെ രൂപം ആ EVകൾക്കുണ്ടായിരുന്നു എന്നാണ് പറയേണ്ടത്. ഇവിടെയൊക്കെ വൈറ്റ് ചില പോർഷൻസ് ഉണ്ട്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സൈഡ് പ്രൊഫൈലിൽ കാണാം, ഈ വൈറ്റായിട്ട് കാണുന്ന എല്ലാ ഭാഗങ്ങളും ഒരു റോൾ കേജാണ്. അതായത് ഒരു എത്തരത്തിലുള്ള ഒരു കാഷ് ഉണ്ടായാലും നമ്മളെ സംരക്ഷിച്ച് നിർത്തുന്ന റോൾ കേജാണ് ആ കാണുന്നത്. വളരെ വളരെ ബോൾഡായിട്ടുള്ളൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ വാഹനമാണെങ്കിലും എപ്പോഴും വളരെ സേഫാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ക്രാഷ് ടെസ്റ്റിൽ ഞാൻ വായിച്ചത് 17.6 പോയിൻറ്റ്സാണ് കിട്ടിയത് ഔട്ട് ഓഫ് 20 എന്ന് പറയുമ്പോൾ നല്ല ഇതുണ്ട്, സേഫ്റ്റി ഉണ്ട്. കൂടാതെ 2 എയർ ബാഗ് അന്ന് തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ 2003 AMT ഗിയർ ബോക്സ് വരെ വന്നൊരു വാഹനമാണ്. അപ്പോൾ ഈ AMT ഗിയർ ബോക്സ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പുതിയ വണ്ടികളുടെ കാര്യത്തിൽ എപ്പോഴും ഒരു ലാഗ് ഉണ്ടല്ലോ, അതുണ്ടോ ഇതിന്? അങ്ങനെ അധികം അത്രയൊന്നും ഇല്ല. പിന്നെ നമുക്ക് മാനുവൽ മോഡും ഉണ്ടല്ലേ? മാനുവൽ നമ്മളിങ്ങനെ ഷിഫ്റ്റ് ചെയ്ത്. അങ്ങനെയാണോ അധികം പറ്റിന് ഓടിക്കുന്നത്? ലോങ് ഡ്രൈവ് ഓടിക്കുമ്പോൾ അത് ഫണ്ണായിരുന്നു. മറ്റത് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കളിക്കുമ്പോൾ അത് ശരിയാണ്. പക്ഷേ അതിന്റെ ഗിയർ ലിവറൊക്കെ രസമാണ്, ഷിഫ്റ്റ് ചെയ്യാൻ രസമല്ലേ? രസമാണ്. അപ്പോൾ ഇതാണ് മുൻഭാഗത്ത് ഉള്ള കാഴ്ച. അപ്പോൾ നമ്മളിത് രാജസ്ഥാൻ രജിസ്ട്രേഷൻ ആണല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഇനിയിപ്പോൾ അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും വാങ്ങിക്കണമെങ്കിൽ കിട്ടുമോ എവിടെയെങ്കിലും? വെരി ഫ്യൂ ഉള്ളൂ. അപ്പം ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ഡിഫിക്കൽട്ട് ടു ഗെറ്റ്. അതെ. നിങ്ങൾ വിൽക്കില്ലല്ലോ? ഇല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു സിംഗിൾ പീസായിട്ടാണ് നമ്മൾ ഹെഡ് ലാമ്പ് കാണുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് തന്നെ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഒരു ട്രാൻസ്പെറൻ്റ് ആണെന്ന് പറയാനാവില്ല, ക്ലിയർ ലെൻസ് എന്ന് പറയാനാവില്ല, എങ്കിലും കുറച്ച് ക്ലിയർ ആണ് അത്. ഇപ്പോൾ മുൻഭാഗത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു വീതിയുള്ള ഭാഗം വരുന്നുണ്ട്. അതുകൊണ്ടാണ് മുൻഭാഗത്ത് നോക്കുമ്പോൾ തീരെ വീതി കുറഞ്ഞൊരു വാഹനമായിട്ട് തോന്നാത്തത്. തന്നെയല്ല, നമ്മുടെ ഇപ്പോൾ കിടക്കുന്ന നമ്മുടെ കോമറ്റൊക്കെ 12 ഇഞ്ച് ടയേഴ്സാണ്. അതുകൊണ്ടാണ് അതൊക്കെ നമുക്ക് ഹൈവേയിൽ ഓടിക്കുമ്പോൾ ഒരു ചെറിയൊരു പേടി വരും, സ്റ്റെബിലിറ്റി പ്രശ്നം. ഇത് അന്നേ 15 ഇഞ്ച് ടയേഴ്സാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അലോയ് വീൽ കൊടുത്തിരിക്കുന്നു. ബ്രേക്കിൻ്റെ കാലിപ്പറൊക്കെ റെഡ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ തന്നെയല്ല, കുറച്ചുകൂടി സ്റ്റെബിലിറ്റിക്ക് വേണ്ടി പിൻഭാഗത്ത് 15 ഇഞ്ചാണെങ്കിലും കുറച്ചുകൂടി വൈഡായിട്ടുള്ള ടയേഴ്സാണ് ടയറാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഹൈവേയിലൊക്കെ കുറച്ചുകൂടി ഒരു കംഫർട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും സൈഡ് പ്രൊഫൈൽ കണ്ടില്ലേ, വളരെ ചെറിയൊരു വാഹനം, വളരെ ക്യൂട്ടാണ്. സ്മാർട്ടിന് പകരം ക്യൂട്ടെന്ന് ഇടായിരുന്നു ഇതിൻ്റെ പേരല്ലേ, അങ്ങനത്തെ ഒരു സാധനമാണ്. സൈഡ് ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ ഞാനീ പറഞ്ഞത് ഇത് വൈറ്റ് എന്ന് ഞാൻ പറഞ്ഞത് സിൽവർ ആട്ടോ, തെറ്റിപ്പോയതാണ്. സൈഡ് മിറേഴ്സിനും ഒക്കെ ഈ ഒരു ഇത് തന്നെയായിരുന്നു, ഇതൊക്കെ ഈ കളർ ഇത് തന്നെയായിരുന്നു അല്ലേ?
ഇവിടെയൊക്കെ വളരെ ചെറിയ ലൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ആ റോൾ കേജ് ഈ ഭാഗത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് ഫ്യൂവൽ ഇട്ടത്. പക്ഷേ ആ സൈഡിലേക്ക് പോകുമ്പോൾ വേറെ സാധനം അത് കാണിച്ചു തരാം. ഇത് ആണ് ഈ ഒരു ഡോർ ഹാൻഡിൽ ഭയങ്കര രസകരമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുൾ വളരെ വലിയ ഗ്ലാസ് വിൻഡോ ആണ്, അതുകൊണ്ട് തന്നെ ഉൾഭാഗം വളരെ ഏറിയായിട്ട് തോന്നും അല്ലേ. അപ്പോൾ ഇനി പിൻഭാഗത്തേക്ക് വരാം. വെറ്റിനെ ഇതിൻ്റെ മുതലാളിയെ കൂടെ നടക്കട്ടെ അല്ലേ. അപ്പോൾ പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഇത് രസമുള്ള സാധനമാണ്. അത് സ്വാച്ച് മെർസിഡസ് ആർട്ട് എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്മാർട്ട് എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോം അല്ല ഇതിൻ്റെ ഫുൾ ഫോം അതാണ് സ്മാർട്ടായിട്ട് മാറിയിരിക്കുന്നത്. ഇവിടെ സ്മാർട്ട് എന്നുള്ള ബാഡ്ജിങ് ഉണ്ട്. ഇവിടെയും ബെൻസിൻ്റെ ലോഗോ കൊടുത്തിരിക്കുന്നു. ഇത് ഈ 4-2 എന്ന് എഴുതിയിരിക്കുന്നത് 2 പേർക്കുള്ളതാണ്. പക്ഷേ അതിന് ശേഷം അവസാന ഭാഗത്തേക്ക് 4 പേർക്ക് സഞ്ചരിക്കാവുന്ന സ്മാർട്ട് വന്നു. അതോടെയൊക്കെയാണ് ഇതിൻ്റെ ഒരു രസം അങ്ങ് പോയത്. കാരണം ഈ ഒരു ഷേപ്പും അല്ലേ 2 പേർക്ക് ഇരിക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു സംഭവം. അത് മാറി 4-4 എന്ന് വന്നപ്പോഴത്തേക്കൊക്കെ ഇത് സാധാരണ കാറായിട്ട് മാറി. പിന്നെ അന്നതാ ഷാർഫിൻ ആൻറ്റിന, അതൊക്കെ നമ്മൾ ഇപ്പോഴാണ് പറഞ്ഞു തുടങ്ങിയത് ഇന്ത്യയിൽ. ഷാർഫിൻ ആൻറ്റിന എന്നൊക്കെ അത് സ്റ്റോപ്പ് ലാമ്പ്, വൈപ്പർ മുകളിൽ നിന്ന് താഴേക്കാണ്. പിന്നെ ഡീഫോഗർ അത്തരം സാധനങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ പഴയ ടൈപ്പ് ഒരു 3 എലമെൻസ് ഉള്ള ഒരു ഫോഗ് ഇതും കൊടുത്തിരിക്കുന്നു, ടെയിൽ ലാമ്പ് കൊടുത്തിരിക്കുന്നു. ഏറ്റവും താഴെയായിട്ട് വളരെ ചെറിയൊരു ബമ്പർ കാണാം. പക്ഷേ ഇതിനകത്താണ് ഇതിൻ്റെ എൻജിൻ. നമുക്ക് എൻജിൻ തുറന്ന് കാണാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്? മൊത്തത്തിലാണോ? അല്ല, ഇത് 2 ഇതായിട്ടാ നമ്മൾ ഇവിടുന്ന് പൊക്കിയിട്ട് ഇവിടെ 2 ക്ലിപ്പുണ്ട് അല്ലേ. ഇതിപ്പോൾ ഏറ്റവും പുതിയ മറ്റേ താറിലൊക്കെ ഉള്ള പോലെ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന സ്ഥലമുണ്ട്. ഇപ്പം എൻജിൻ അടിയിലുണ്ട്. ഇതാണ് അല്ലേ. എന്താ അത്യാവശ്യം ചൂടായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഓടി വന്നതിൻ്റെ. എന്ത് ഭംഗിയുടെ ഒതുക്കി വെച്ചിരിക്കുന്നുണ്ട്, നല്ല രസമായിട്ടുണ്ട്. മെർസിഡസ് ബെൻസിൻ്റെ ബാഡ്ജിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എൻജിനീയർഡ് ബൈ മെർസിഡസ് ബെൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ബൂട്ട് സ്പേസ് ഉണ്ട് ബാക്കിൽ അല്ലേ. നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ടുള്ള ലഗേജ് വെക്കാം. പിന്നെ ഷോപ്പിങ്ങിനെല്ലാം നല്ല ഇതായിട്ട് പോകാം, കുഴപ്പമില്ല. ഇതിന് വരെ നമ്മുടെ കോമറ്റൊക്കെ വന്നപ്പോൾ 4 ബാക്കിലും കൂടെ സീറ്റാക്കി വേണമെങ്കിൽ അത് ഫോൾഡ് ചെയ്ത് വെച്ച് സാധനങ്ങൾ കയറ്റാം. ഇത് പക്ഷേ അല്ലാതെ തന്നെ കയറ്റാൻ സാധിക്കും. ഇതും നമ്മുടെ ഈ പറഞ്ഞ ഹോണ്ട ബ്രിയോയിലൊക്കെ പോലെയുള്ള ഒരു സെറ്റപ്പാണ്. എത്ര വർഷം പഴക്കമായിട്ട് എല്ലാം എന്ത് പക്കയെന്ന് നോക്കിയല്ലേ. ഇതൊക്കെ അടയുമ്പോഴൊക്കെ എന്ത് രസമായിട്ട്. അതെ. ഇനി വേറൊരു സാധനമുള്ളത് ഈ സൈഡിലേക്ക് വരുമ്പോൾ അതൊരു കൺഫ്യൂസിങ് സംഭവമാണ്. ഇവിടെയും നമുക്ക് കാണാം ഒരു ഫ്യൂവൽ ലിഡ് പോലൊരു ഭാഗം. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ എയർ ഇൻടേക്കാണ്. ഈ ബാക്കിലാണ് എൻജിൻ ഉള്ളതുകൊണ്ട് തന്നെ എയർ ഇൻടേക്കിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. ഇത് കൺഫ്യൂസിങ് അല്ല. നമ്മൾ പെട്രോൾ അടിക്കാൻ നിർത്തുമ്പോൾ 2 സൈഡിലും കാണില്ല. അത് രസമായിട്ടുണ്ട്. എന്തായാലും വളരെ രസികൻ രൂപമാണ്. ഇതൊക്കെ ഉണ്ടായിരുന്ന തന്നെയല്ലേ? ഉണ്ടായിരുന്നു. അതൊക്കെ രസമാണ്. ഇത് എൻ്റെ BMW C4 ഇത് എപ്പം ഞാൻ ഫിറ്റ് ചെയ്താലും ഓടിച്ചുകൊണ്ട് പോകും ആൾക്കാർ. ഇതുവരെ ഓടിയാൻ നിൽക്കുന്നുണ്ട്. എൻ്റെ ആ വണ്ടിയോട് മാത്രം എന്തോ ഒരു വിരോധം പോലെയാണ്. അതിനാണെങ്കിൽ ഇങ്ങനെ ഇത്ര ഉള്ളെങ്കിലും 12,000 റുപ്പീസും വാങ്ങിക്കും BMW നിന്നും. എന്നാലും ഇത് ഓടിയാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ കാഴ്ചകൾ. എന്തായാലും നല്ല ഗംഭീര രസകരമായ രൂപം. നമുക്ക് ഇൻറ്റീരിയർ ഒന്ന് കാണാം അല്ലേ. ഇൻറ്റീരിയർ രസമല്ലേ. അപ്പോൾ കയറിക്കോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിന് മൊത്തത്തിൽ ഇതിനൊരു റൗണ്ട് ഷേപ്പ് എല്ലായിടത്തും കാണാം. അത് ഇന്ത്യയിൽ പല സ്ഥലത്തും. അതുപോലെ തന്നെയാണ് കീ ഈ പറഞ്ഞ പോലെയാണ്. നമ്മൾ ഫ്യൂവൽ ലിഡ് എവിടെ നിന്ന് അന്വേഷിക്കുന്ന പോലെ തന്നെ കീ ഇടുന്ന എവിടെ നിന്ന് കുറച്ച് നേരം പരിചയമില്ലാത്തവരാണ് അന്വേഷിക്കും. പക്ഷേ അത് ഇടുന്ന ഇവിടെയാണ് അല്ലേ പറ്റുക. ഇതാണ് കീ ഹോള്. ഓണായോ? ഇനി സ്റ്റാർട്ട് ചെയ്താൽ മതി അല്ലേ. ഏത് ശബ്ദമൊക്കെ ഉണ്ട് കേട്ടോ, മോശക്കാരനല്ല. വണ്ടിക്ക് അനുസരിച്ചുള്ള ചില കൊച്ചു കുഞ്ഞുങ്ങൾ ശബ്ദം ഉണ്ടാക്കുന്ന പോലെ ഉള്ള സംഭവമാണ്. അപ്പോൾ ഇത് മൊത്തം ഒരു ഡ്രൈവർ സെൻട്രിക് ആണ് അല്ലേ, ഇങ്ങോട്ട് തിരിഞ്ഞായിരിക്കുന്നത്. അപ്പോൾ ഇതിൽ രസകരമായ ചില കാര്യങ്ങളാണ് നമുക്കിനി കാണാനുള്ളത്. ഒന്ന്, ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് അല്ലേ. ചെറിയ സാധനങ്ങൾ, ഇതൊക്കെ പെമ്പിളേരെ ഉദ്ദേശം കേട്ടോ. ചെറിയ ചെറിയ ലിപ്സ്റ്റിക്കിന്റെ സാധനം അതൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ രസമായിട്ട് അത് അങ്ങനെ ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് ചെറിയ സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും രസമുള്ള സാധനം ഈ തല ഉയർത്തി നിൽക്കുന്ന ഇതേതോ ഒരു എന്താ പറയുക ഒരാൾ എഴുന്നേറ്റ് നിൽക്കുന്ന പോലെ തന്നെയുണ്ട്. ഇതാണ് ഇതിൻ്റെ AC യുടെ വെൻറ്റ്. അത് നല്ല രസമായിട്ടുണ്ട്, കണ്ടില്ല. അതിനും ഒരു റൗണ്ട് ഷേപ്പ്. ഇവിടെ വരുമ്പോൾ ഒരു ക്ലോക്ക്, അതിനും റൗണ്ട് ഷേപ്പ്. പിന്നെ
ഇതൊക്കെ ഒന്ന് ഒടിഞ്ഞു പോയല്ലേ ഇവിടുത്തെ ഒരു സാധനം ഒടിഞ്ഞു പോയി. എസിയുടെ ഇത് കൂളിങ്ങും എസി ആണ്, AC ഓണൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് AC ഓണായപ്പോൾ എഞ്ചിനൊന്ന് മുരണ്ടു. ഇത് വെളിയിൽ നിന്നുള്ള എയർ അടിക്കുന്ന ഇതാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇത് AC മറ്റേ ഇതൊക്കെയാണ്, ഡീഫോഗറിന്റെ ഒക്കെ കൊടുത്തിരിക്കുന്നു. ഇത് ടെമ്പറേച്ചർ ആണ്. ഇത് നമ്മൾ എക്സ്ട്രാ വെച്ചായിരിക്കണം അല്ലേ? എക്സ്ട്രാ വെച്ചാണ്. ഇതൊരു ക്യാബിൻ ലൈറ്റ് ആണ് അല്ലേ? ബാക്കിൽ ഒരു ക്യാബിൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ലൈറ്റിന്റെ സ്വിച്ച് ആണോ? ലൈറ്റിന്റെ സ്വിച്ച്. ഇവിടെ നമുക്ക് ഈ സിഗരറ്റ് ലൈറ്റർ ആയിരുന്നു ആ കാലത്ത്. SRS എയർ ബാഗ് എഴുതിക്കുന്നുണ്ടോ? 2 എയർ ബാഗ് ആ കാലത്തേ ഉണ്ട്. അതായത് 98 തൊട്ടാണ് ഈ വണ്ടി വന്നത്. ഇത് 2003 ആണെങ്കിലും അന്നോട്ട് 2 എയർ ബാഗ് ഉണ്ടെന്നുള്ളതാണ് ഒരു രസകരമായ കാര്യം. പിന്നെ ഗിയർ ലിവർ അല്ലേ? ഗിയർ ലിവർ എന്ന് പറയുന്നത് ഇതാണ്. ഇതിലെങ്ങനെയാണ് ഇതിന്റെ അഡ്ജസ്റ്റ് എങ്ങോട്ടൊക്കെയാണ്? ഇത് നമ്മളിപ്പം ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് നീക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓടിക്കാം. പിന്നെ റൈറ്റിലേക്കും ന്യൂട്രും റിവേഴ്സും ഉണ്ട്. പിന്നെ മാനുവൽ ഓടിക്കുകയാണെങ്കിൽ നമ്മൾ ലെഫ്റ്റിലേക്ക് ഓടിച്ചിട്ട് ഗിയർ അപ്പും ഡൗൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇതിൽ പ്രസ് ചെയ്തോണ്ട് വേണം? ഇതൊന്ന് മാനുവലേക്ക് ഇടാവോ? ഒന്ന് മാനുവലായി അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാനുവലായി. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ശരി. ഇതിൽ എഴുതിയിരിക്കുന്ന ന്യൂട്രൽ റിവേഴ്സ്. പിന്നെ ഇത് ഇവിടെ മാനുവലിന്റെ ആണ് കാണിച്ചിരിക്കുന്നത് അല്ലേ? രസമാണ് അതിന്റെ ആ ഒരു രീതി കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ചെറിയ സാധനം അതുകൊണ്ട് സൂക്ഷിക്കാം. ഇത് ഇവിടെ കൊണ്ട് കൺസോൾ ഇവിടെ കട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ വെക്കാൻ പറ്റും. പിന്നെ സ്റ്റിയറിംഗ് വീൽ അത്യാവശ്യം വലുതാണ് അല്ലേ? സ്മാർട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ വേറെ ഹോൺ മാത്രമേ അതുണ്ട്. ഇൻഡിക്കേറ്റർ ഒക്കെ സാധാരണ പോലെ വൈപ്പറും ഇൻഡിക്കേറ്ററും. സ്റ്റിയറിംഗ് വീൽ അന്ന് ചെറിയ ഒരു സ്റ്റിച്ചിങ്ങും അത് കൊടുത്തിട്ടുണ്ട് അല്ലേ? പുതിയ വണ്ടികളുടെ പോലെ സ്റ്റിച്ചിങ് എല്ലാം റൗണ്ട്. ഞാൻ പറഞ്ഞില്ല മീറ്റർ കൺസോൾ റൗണ്ട്. പിന്നെ പഴയ നമ്മുടെ ആദ്യത്തെ മാരുതി 800 പോലെ സൈഡ് വ്യൂ മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ ആ വടിയാണ് കേട്ടോ. ഈയിടെ നമ്മൾ ഏതൊരു വണ്ടി കണ്ടു പുതിയതിൽ, ഞാൻ പറയുകയും ചെയ്തു. അതുപോലെ തന്നെ ഡോർ പാഡ്. ഡോർ എന്ന് പറയുന്നത് ഈ 2 സീറ്റർ ആയതുകൊണ്ട് വളരെ വലിയ ഡോറാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അതും ശരിക്കും ഈ കോമറ്റിന്റെ പോലെ തന്നെ ഫ്രെയിംലെസ് ആണ്. അത് നമുക്കൊന്ന് താത്തി കാണിക്കാമല്ലോ. അതാണ് ബട്ടൺ, അതാണ് ഫ്രെയിംലെസ്. അതുപോലെ അതാണ് ഡോർ ഹാൻഡില്. ഒരു നെറ്റ് ഉണ്ട്, അത്യാവശ്യം സാധനം സ്റ്റോർ ചെയ്യാൻ. പിന്നെ നല്ലൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ആ റെഡ് എന്ന് പറയുന്നത് വണ്ടിയുടെ എനിക്കൊന്ന് എക്സ്റ്റീരിയർ നിറത്തിനനുസരിച്ചായിരിക്കും അല്ലേ? അങ്ങനെ മൊത്തത്തിൽ രസമാണ് കേട്ടോ സംഭവം. ഇവിടെ ഈ ഒരു റിയർ മിററിന്റെ പോലും ഷേപ്പ് കേട്ടോ, സംഭവം കാണാൻ. അതുപോലെ ഇതും ഈ പറഞ്ഞ പോലെ അതിനൊരു വ്യത്യസ്തതയുണ്ട്. ഈ ഒരു ബ്ലാക്ക് ഇനി ഏറ്റവും രസമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മൂൺ റൂഫ് എന്ന് വിളിക്കാമെന്ന് ഇപ്പൊ അങ്ങനെ വിളിക്കാനുള്ള പതിവ്. അങ്ങനെയാണ് സംഭവം. പക്ഷെ ഇതിന്റെ നമ്മളെ ഈ ചൂടുള്ള കാലത്ത് നമുക്ക് ഇത് പൂർണ്ണമായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതാ സൺ ലൈറ്റ് അനുസരിച്ച് നമുക്കത് മൂവ് ചെയ്യാനാണ്. അതെ, അത് രസമാണ്. ബാക്കി ഭാഗം അപ്പോഴും ഓപ്പൺ ആയിട്ട് കിടക്കും. അതിന് ആവശ്യമല്ലേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അല്ലേ? ചൂട് അങ്ങനെ AC അങ്ങനെ നല്ല AC ആണ്. നല്ല AC അല്ലേ? സ്മോൾ കാറിനോ അതിനകത്തുനിന്ന് AC. ഇതൊക്കെ അങ്ങനെ രസമുണ്ട്. എന്തൊരു രസമുള്ള തോട്ടുകളാണ് ഇവരുടെ എന്നൊക്കെയുള്ളതാണ് രസം. അപ്പൊ ഇതാണ്. പിന്നെ സീറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സീറ്റ് മാനുവലി ആണ് അല്ലേ? അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ മാനുവലി ആണ്. തന്നെയല്ല നല്ല നല്ല ട്രാവൽ ഉണ്ട് അല്ലേ? ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിൽ കയറ്റി വെക്കാം. പിന്നെ മറ്റു അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ലല്ലോ ആ ഒരു കാലത്തെ അതുകൊണ്ട്. വെന്റിലേഷനോ അങ്ങനൊന്നും ഇല്ല. സുഖമായിട്ടിരിക്കാം. അപ്പൊ എന്റെ ഹൈറ്റ് ഒന്നും ഒരു കുഴപ്പമില്ല. ഇവരുടെ കുടുംബത്തിൽ മൊത്തത്തിൽ ഹൈറ്റ് ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നമുള്ള കേട്ടോ. ബെന്നിനും ഇല്ലേ ഹൈറ്റ് ഉണ്ട്, പക്ഷെ അതിനുള്ള തോന്നത്തില്ല. കറക്റ്റ് ആണ് സംഭവം. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് വാഹനത്തിന്റെ രസകരമായ കാഴ്ചകൾ. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് ഷോട്ടൊക്കെ എടുത്തതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ബെറ്റീനയുടെ സ്മാർട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇതിനകത്ത് രസകരമായ കാര്യം ഞാൻ പറഞ്ഞില്ല, ഇത് AMD അന്നക്കാലത്തെ AMD ആണ് എന്നുള്ള ഒരു രസമുണ്ട്. പക്ഷേ AMDയുടെ ലാഗ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. എങ്കിൽ പോലും 2003 ഉള്ള AMDയുടെ ലാഗ് തന്നെ ഇപ്പോഴുള്ള AMDയുടെ ലാഗും. അതാണ് എനിക്ക് രസമായിട്ട് തോന്നിയത്. കാരണം അതിനപ്പുറത്തേക്കൊന്നും ടെക്നോളജി വളർന്നിട്ടില്ല AMDയുടെ കാര്യത്തിൽ എനിക്ക് മനസ്സിലായി. പിന്നെ ഇതിൻ്റെ എഞ്ചിനെ പറ്റി പറഞ്ഞാൽ 3 സിലിണ്ടർ എഞ്ചിനാണ്, ടർബോ ചാർജ് എഞ്ചിൻ, 700 bhp, 60 bhp ആണ് ഇതിൻ്റെ മാക്സിമം പവർ. ഇതിൻ്റെ കൂടെ തന്നെ വേറെ 2 എഞ്ചിൻ വേരിയൻസ് കൂടെ വന്നിരുന്നു. അത് അല്പം കൂടി ലോവർ പവേർഡ് ആയിരുന്നു. അത് രണ്ടും ഒരു ഡീസൽ എഞ്ചിനും വന്നു. അതൊരു ടർബോ ഡീസൽ എഞ്ചിനായിരുന്നു. അത് 800 bhp ആയിരുന്നു. പക്ഷേ അതിന് 47 bhp ഉണ്ടായിരുന്നു പവർ. അങ്ങനെ നോക്കുമ്പോൾ ഇതാണ് വന്നതിൽ തുടക്കത്തിൽ വന്നതിൽ ഏറ്റവും പവർഫുൾ എന്ന് വിളിക്കാവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള രീതിയാണ്. അത് പക്ഷെ നമ്മൾ മാനുവലിലേക്ക് മാറ്റുമ്പോഴാണ് ആ ഒരു രസം വരുന്നത് അല്ലേ? അതെങ്ങനെയാണ് പിന്നെ മാറ്റുന്നത്? നമ്മൾ ഇതിങ്ങനെ അപ്പ് ചെയ്യുക അല്ലേ? മാനുവലായി മാനുവൽ ഓടിക്കുമ്പോഴാണ് ഇതിൻ്റെ രസം. ഇപ്പം നമ്മൾ 5th പോകുന്നത്. അത് നമുക്കിങ്ങനെ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്തു അപ്പ് ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കാം. തന്നെയാവും അപ്പോൾ ആകാൻ നമ്മൾ ചെയ്യണമെന്നേ ഉള്ളൂ. അത് രസമാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സ്ഥിരം കോമറ്റ് ഓടിക്കുന്നുണ്ടേ, എനിക്ക് അതിനകത്തിരിക്കുന്ന ആ ഫീലാണ് തോന്നുന്നത്, സൈസൊക്കെ. പക്ഷെ എനിക്ക് ആകെ തോന്നിയൊരു കാര്യം ടു ലോങ് ആണ് ഇത് ഫ്രണ്ട് ഡാഷ് എന്നുള്ളതാണ്. ആ ഒരു വ്യത്യാസം മാത്രമേ തോന്നുന്നുള്ളൂ. പക്ഷെ ഓടിക്കുന്ന കാര്യത്തിൽ എന്തായാലും ഇലക്ട്രിക് തമ്മിലുള്ള വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കഥയിലേക്ക് വരുമ്പോൾ വീണ്ടും കുറച്ച് കഥകൾ പറയുകയാണെങ്കിൽ ഇത് 450 എന്ന് പറയുന്ന ആ ഒരു സീരീസിൽ പെടുന്നതാണ്. അതിനുശേഷം 2004 451 വന്നു, 452 അതിനുശേഷം വന്നു, 453 ഒക്കെ എത്തിയപ്പോഴേക്കും 4 door ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? പിന്നെ ഇടയ്ക്ക് ഒരു ഡീസൽ വേർഷൻ വന്നു. ഇപ്പം EV ആണ് ഉള്ളത്. ഇപ്പോഴല്ല, അതും നിർത്തി ഇപ്പം എന്നാണ് എൻ്റെ ഒരു അറിവ്. 2024 അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയുന്ന ആരെങ്കിലും കമൻറ്റ് ചെയ്യണം. 2024 പൂർണ്ണമായിട്ടും എൻ്റെ EVയും നിർത്തി. EVയും 4 door ഒക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിൻ്റെ ആ ഒരു നോവൽറ്റി അങ്ങ് പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു കാര്യം. പിന്നെ ഇതിന് കൺവേർട്ടബിൾ വന്നിട്ടുണ്ട്, സോഫ്റ്റ് ടോപ്പ് കൺവേർട്ടബിൾ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളിലൂടെ കടന്നുപോയി. എന്തായാലും ഇപ്പോൾ ഒരു കളക്ടേഴ്സ് ഐറ്റമാണ്. ഇപ്പോൾ ഇതിൻ്റെ അന്നത്തെ വില, അതാണ് ഏറ്റവും രസകരമായ കാര്യം. അന്ന് ഏതാണ്ട് 4400 പൗണ്ട് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വില നോക്കിയപ്പോൾ 5 ലക്ഷം രൂപ അന്ന് ഇതിന് യൂറോപ്പിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിപ്പോൾ വാങ്ങിച്ച വില ഞാൻ അറിഞ്ഞു, അതിൽ ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അതൊരു വലിയ വിലയ്ക്കാണ് വാങ്ങിച്ചത്. കാരണം ഇത് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി, ലൈനാണല്ലോ അല്ലേ? ഇപ്പം ഓണേഴ്സ് നമ്മളിങ്ങനെ കൊതിച്ച് ചെല്ലുമ്പോഴത്തേക്കും ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ, സ്ഥലത്തിന്റെ കാര്യത്തിലായാലും വണ്ടിയുടെ കാര്യത്തിലായാലും. അതുപോലെ നല്ല വില കൊടുത്ത് വാങ്ങിച്ചു. പക്ഷെ എങ്കിൽ പോലും ഇതിന്റെ ഓണർ അത്രയും വലിയ കളക്ഷൻ ഉള്ള ഒരാൾ വിറ്റതിന് അത്ഭുതം അല്ലേ? ശരിക്കും അങ്ങനെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അത് വിറ്റു എന്നുള്ളൊരു സംഭവം തന്നെ. എന്തായാലും അതൊരു ഗംഭീര പൈ. ഇനി എന്തായാലും നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഇത് ഉപയോഗിക്കുമല്ലോ അല്ലേ? അപ്പൊ ഈ AMD ഗിയർ ബോക്സ്, അത് ഞാൻ നേരത്തെ ബെറ്റിനോട് ചോദിച്ചത്. AMD ഗിയർ ബോക്സിൻ്റെതായ ഒരു ലാഗ്. പക്ഷെ എനിക്കിപ്പോൾ ഞാൻ കുറച്ച് ദൂരം ഓടിച്ചുള്ളൂ. നമ്മളിപ്പം ഹൈവേയിലേക്ക് കയറുന്നേ ഉള്ളൂ. അങ്ങനെ വലിയൊരു ലാഗ് ഫീൽ എനിക്ക് തോന്നിയില്ല. അപ്പം നമ്മൾ ഹൈവേയിൽ കാല് കൊടുക്കുന്നു. ആ ഒരു ചെറിയ സാധനം അല്ല, ഗിയർ ഷിഫ്റ്റിൻ്റെ ആ ഒരു സംഭവം ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. എങ്കിലും പക്ഷെ അത് മാനുവലി ഓടിക്കാന്നുള്ളതുകൊണ്ട് ആ ഒരു പ്രശ്നം നമുക്ക് തോന്നുകയുമില്ല. AC ഒക്കെ നല്ല പവർഫുള്ളാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഈ ഫസ്റ്റ് ജനറേഷൻ വണ്ടിക്ക് 130 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. പക്ഷെ അത് 4th എത്തിയപ്പോൾ 183 ആയി. പക്ഷെ അടി തട്ടുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, തോന്നിയിട്ടില്ല. കുഴപ്പമില്ല, അതും ഇന്ത്യക്ക് പറ്റുന്ന രീതിയിൽ തന്നെയാണ്. പിന്നെ സീറ്റ് ഹൈറ്റും അതൊക്കെ സിറ്റിക്ക് ഏറ്റവും പറ്റുന്നത്. വിസിബിലിറ്റി, ആകാശവും ഭൂമിയും എല്ലാം. അപ്പോൾ 60 bhp എഞ്ചിനാണ് ഇപ്പം ഞാനിപ്പം ബെറ്റിനയുടെ ബ്രദർ ഞാൻ സംസാരിക്കുമ്പോൾ പറയാറ്. ഇപ്പം ഇതിൻ്റെ അകത്ത് കാണുന്ന പല കാര്യങ്ങളും നിങ്ങളായിരിക്കും ഇതാണ് വലിയ കാര്യം, ഇതൊക്കെ ഉള്ളതല്ല ഇപ്പം എല്ലാത്തിലും ഇല്ലയെന്ന് ചോദിക്കും. പക്ഷെ ഇത് 2003 വന്നു അല്ലേ? 23 years back. പിന്നെ അതാണ് സംഭവം. 23 years back ഈ സംഭവങ്ങളെല്ലാം വന്നു എന്ന് പറയുന്നത് അന്നകാലത്ത് നമുക്കിവിടെ ഏതൊക്കെ വണ്ടി ഉണ്ടാവുമെന്ന് ആലോചിച്ചറിയാലോ അല്ലേ? സസ്പെൻഷനും നല്ല രസമാണ്. സസ്പെൻഷനെ പറ്റി ഞാൻ വായിച്ചത് മെർസിഡീസ് ബെൻസിൻ്റെ ആ കാലത്ത് ഏറ്റവും പുതിയ ഹാച്ച് ബാക്കുകളുടെയൊക്കെ അതേ സസ്പെൻഷൻ അതിൽ ഉപയോഗിച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് ഓടിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നല്ല രസമുള്ള സസ്പെൻഷനാണ്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു വണ്ടി ഇരിക്കുന്ന ഫീലും ഉണ്ട്, ഓടിക്കുന്ന ഫീലുമാണ്. അല്ലാതെ ഈ കോമറ്റിൻ്റെ ഒക്കെ പ്രശ്നം ഞാൻ തുടക്കത്തിലേ പറയില്ല, നമ്മുടെ ടയർ സൈസ് ചെയ്തതുകൊണ്ട് നമുക്കൊരു ആത്മവിശ്വാസക്കുറവ് വരും സ്പീഡ് എടുക്കുമ്പോഴേ. ഇത് പക്ഷേ ഈ 15 inch ടയേഴ്സിൻ്റെ ഒരു ഗുണമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ 5 ലക്ഷം രൂപയ്ക്ക് അവിടെ വിറ്റ വണ്ടി വേണമെങ്കിൽ ഇന്ത്യയിൽ 10 ലക്ഷം രൂപയ്ക്ക് കൊണ്ടുവന്ന് വിൽക്കാവുന്നതാണല്ലോ അല്ലേ? എന്താണ് നമ്മളിങ്ങനെ അധകൃതരായിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നു ഇവിടുത്തെ കമ്പനികൾ. ബെൻസൊന്നും സാധാരണക്കാരിലേക്ക് എത്തുന്ന ഒരു വണ്ടി ഇവിടെ കൊണ്ടില്ലല്ലോ.
അപ്പൊ എന്തൊക്കെയാണ് ഇതുമായിട്ട് പോകുമ്പോൾ ഉള്ള കേട്ടുള്ള ഏറ്റവും രസകരമായ കമന്റുകൾ വല്ലതും ഓർമ്മയുണ്ടോ? ആൾക്കാർക്ക് ഇതെന്താ രണ്ടുപേരുടെ വണ്ടി, ചിലവര് ഈ നാനോ ആണോ ഒക്കെ ചോദിക്കും. നാനോ മോഡിഫൈ ചെയ്താണോ അല്ലേ? അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് അയ്യോ അല്ലേ കൊല്ല്. പക്ഷെ ഈ ലോങ് ഒക്കെ പോകുമ്പോ നമ്മള് ഫ്യൂല് അടിക്കാൻ നിർത്തിയപ്പോക്കെ ഈ ഓൾഡർ കപ്പിൾസ് ഒക്കെ വന്ന് ഭയങ്കര കൺവീനിയന്റ് ആണല്ലോ. അവർക്ക് ട്രാവൽ ചെയ്യാൻ രണ്ടുപേരും ലഗേജും വെക്കാനുള്ള സ്പേസും ഉണ്ട്. കിട്ടുമെന്നൊക്കെ ചോദിക്കും എവിടുന്ന് എടുത്തേ കിട്ടുമോ. ശരിക്കും ഇത് നന്നായിട്ട് വിറ്റുപോയേനെ ഇന്ത്യയിലൊക്കെ വന്നിരുന്നെങ്കിൽ, സംശയമില്ല കാര്യത്തില്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഈ വീഡിയോ കണ്ട ആരും ഇനി എന്താണ് വണ്ടി എന്ന് സംശയിക്കേണ്ട. നിങ്ങൾ ഇത് കേരളത്തിൽ എവിടെ കണ്ടാലും ഇതാണ് സ്വാച്ച് സ്മാർട്ട് എന്നാണ് ശരിക്കും ഇതിന്റെ ഒരു പേര്. പിന്നെ സ്വാച്ച് ഞാൻ പറയില്ലേ, ആ ഒരു വാച്ച് കമ്പനി തുടക്കത്തിൽ ബെൻസുമായിട്ട് സഹകരിച്ചെങ്കിലും പിന്നീട് അവർ അതിൽ നിന്ന് വിഡ്രോ ചെയ്തു. പക്ഷെ വേറെ രസം വെച്ചാൽ ഇതിന്റെ 4th ജനറേഷൻ വന്നപ്പോൾ ഇതിന്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് റെനോ ടിങ്കോ എന്ന് പറയുന്ന നമ്മൾ യൂറോപ്പിലേക്ക് കാണുന്ന ആ വണ്ടിയുടെ പ്ലാറ്റ്ഫോമാണ് അതിൽ ഉപയോഗിച്ചത്. ഇത് പക്ഷെ പൂർണ്ണമായിട്ടും മെർസിഡസ് ബെൻസ് ആണ്. ഫോക്സ് വാഗൺ തുടക്കത്തിൽ എന്തോ ഇതിലൊന്ന് ചെറുതായിട്ട് അസോസിയേറ്റ് ചെയ്തു, പക്ഷെ ഇത് ബെൻസിന്റെ വാഹനമായിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇനി എങ്ങോട്ടാ വലിയ യാത്ര ഇതുമായിട്ട്? ബാംഗ്ലൂരൊക്കെ പോകാൻ ഐ തിങ്ക് റോഡ്സ് നല്ലതാണല്ലോ. പിന്നെ ഇത് കൂടുതലും ഇപ്പൊ സിറ്റിയിൽ ഓടിക്കുന്ന കാരണം കൺവീനിയന്റ്. അപ്പൊ ചെന്നൈ പഠിക്കുമ്പോ ഇത് കൊണ്ടുപോയില്ല? ഇല്ല, കൊണ്ടുപോയില്ല. ഞെട്ടിക്കായിരുന്നല്ലോ അവിടെ ഉള്ളവരൊക്കെ ഒന്ന്. അല്ല, ശരിക്കും നമ്മളൊരു ഫെരാരി കൊണ്ട് പോകുന്നതിൽ കൂടുതൽ അറ്റൻഷൻ കിട്ടും ഇതും കൊണ്ടുപോയി അല്ലേ? എന്താണെന്ന് അറിയാത്തതിന്റെ ഒരു രസമുണ്ടല്ലോ. അപ്പൊ എന്തായാലും നമ്മൾ അവസാനിപ്പിക്കുന്നതിന് ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് കൊടുക്കുന്നോ? ഇല്ല, ശരിക്കും ആലോചിച്ച് പറ്റിന് ഒരിക്കലും നിങ്ങൾക്ക് അതിൽ ഒത്തിരി ആഗ്രഹിച്ച് മേടിച്ച്. അപ്പൊ എന്തായാലും കൊടുക്കില്ല. ഇല്ല. ആ ബെറ്റീനക്ക് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത് കാർബൺ ആയിരുന്നു, സെൻ കാർബൺ. അതൊക്കെ പോരെ, ഇത് വേണോ? ഇതിപ്പം ഏതായാലും ഒരു കാര്യം ചെയ്യാം, ഫാദറിനോട് ചോദിക്കാം, എനിക്ക് എവിടെ നിന്നെങ്കിലും ഇതൊരെണ്ണം സോഴ്സ് തരാമോ എന്നുള്ള കാര്യം. അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രിയോ ഉണ്ട്, അത് മാറ്റിയെടുത്തെടുക്കാൻ എനിക്ക് ഒരു ആഗ്രഹം വന്നത് ഓടിച്ചു. അത്രയും രസകരമായി ഓടിക്കാവുന്ന വണ്ടിയാണ് അത്. ഈ ഗിയർ ഷിഫ്റ്റ് മാനുവൽ ചെയ്താൽ അതിലും രസകരമാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും വിഷിംഗ് യു എ ഹാപ്പി ആൻഡ് സേഫ് മോട്ടറിങ്. അപ്പോൾ എന്തായാലും വിൽക്കുന്നുണ്ടെങ്കിൽ ആദ്യം എന്നെ വിളിക്കണേ. താങ്ക് യു.